ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഇത്. കരിയറിൽ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലായിരിക്കാൻ പറയുന്നത്. അറ്റ് എ ടൈം നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ച് മുന്നോട്ട് പോവാണ് വേണ്ടത്. ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ ആദ്യമേ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു കരിയർ, ഓക്കെ, എനിക്ക് ഇന്ന ജോലി വേണം. ആ ജോലി എന്തുകൊണ്ടാണ് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത്? അതാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അനുഭവിക്കുക? നിങ്ങളുടെ ഒരു എന്തിനാണ് നിങ്ങൾ ആ ജോലി വേണം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ? ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് ഫീലിങ്സ് എന്തൊക്കെയാണ്? ഇതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കേണ്ടത്. എന്നിട്ട് വേണം അതിനായിട്ട് പരിശ്രമിക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് ആ ഒരു കരിയറിന് വേണ്ടി മാത്രം നിങ്ങൾ പരിശ്രമിക്കണം. അതിനായിട്ട് ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടി നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക, അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക, കൺസിസ്റ്റന്റ്ലി നിരന്തരം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അറിയില്ല, അതെ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു കരിയർ നല്ലതാണ്, പെട്ടെന്ന് കുറെ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതിൽ ശ്രമിക്കാട്ടോ എന്ന് പറയുമ്പോഴേക്കും എന്നാ പിന്നെ അതായാലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ഒരു ലക്ഷ്യമാണ് വേണ്ടത്, ആ ലക്ഷ്യം വെക്കുക, അതിനു വേണ്ടി നിരന്തരം നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളൊരു റിസൾട്ട് നിങ്ങൾക്ക് 3D റിയാലിറ്റിയിൽ മാറ്റമൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം. അത് ലഭിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണ്, ഈ റിയാലിറ്റിയിൽ ഉള്ളതാണ്. നിങ്ങൾ അതുമായിട്ട് അലൈൻ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എനർജറ്റിക്കലി അതുമായിട്ട് അലൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുക. അതിനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.